ഇതൊക്കെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇവരെല്ലാം ഇവിടെ ഈ ലഞ്ച് ചോട്ടിൽ സ്ഥിരം ഉണ്ടാവുന്ന ആൾക്കാരാണ്. സുഞ്ചേട്ടാ, വീണ്ടും ലഞ്ച് ചോട്ടിൽ നമ്മൾ മുട്ടി മുട്ടാണ്, ഇനി മുട്ടും. ഇത്തവണ എന്താ പ്രതീക്ഷ? ഏതിനെ പറ്റി ഊരല്ലേ പിന്നെ എന്തെന്ന് അതിന്റെ ഇടയിൽ എലിനിത്ര ഗംഭീരാവും. അത് ഓരോ കൊല്ലം ഓരോ പ്രത്യേകതകൾ ഓരോ എലിനിത്ര മേളത്തിനുണ്ടാവും. അതാണല്ലോ ഞങ്ങൾ വരുന്നത്. ഓരോ കൊല്ലം ഇങ്ങനെ എന്താവും, ഈ കൊല്ലം എന്താവും നോക്കി വരുന്നത്. മടുക്കാണ്ട് നമ്മളെ ഇതിൽ പിടിച്ചെടുത്തുന്ന ഒരു സാധനം എന്താ? അത് മടുക്കാൻ ഉള്ള ഒരു ക്ലാസിക്കൽ കലകളൊന്നും മടുക്കില്ല. അതായത് ക്ലാസിക്കൽ, അതിനാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ കലകൾക്കുള്ള പ്രത്യേകത, അല്ലെങ്കിൽ അതിന് ക്ലാസിക്കൽ കല എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ക്ലാസിക്കൽ കലകളല്ല ആയ ഏത് കലകൾക്കും ഞങ്ങൾ സ്ഥിരം മേള ആൾക്കാരാണ്. അപ്പോൾ മേളത്തിന്റെ ആൾക്കാരാണല്ലോ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ടീമാണല്ലോ. ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം ആരൊക്കെ അലഞ്ഞിത്ര മേളത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റും, മീൻസ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാൻ പറ്റും നോക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിൽ സ്ഥിരം കുറെ ആളുകളുണ്ട്, കൃത്യം ആസ്വാദകരുണ്ട്. നിങ്ങൾ ചോദിച്ചില്ലേ എന്താണ് എല്ലാ വർഷവും വരണമെന്ന്? ഇതൊരു റീജുവിനേറ്റിംഗ് എക്സ്പീരിയൻസ്, ഒരു ഡയാലിസിസ് എന്നൊക്കെ പറയും. ഇത് കേട്ടാൽ ഒരു വർഷത്തേക്കുള്ളതായി. ആ റിത്തത്തിൽ മുങ്ങിയാൽ. ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു മഠത്തിലെ വരവിൽ. അതിഗംഭീരമായിരുന്നു പഞ്ചവാദ്യം, അതിഗംഭീരം കോങ്ങാടിൻ്റെ. അപ്പം അത് കഴിയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സ്ഥിരക്കാർക്ക്, ഞാൻ ഏതാണ്ട് 50 കൊല്ലമായി. അപ്പോൾ 50 പ്രാവശ്യം 50 മേള കേൾക്കണം, അല്ലാതെ ഒരേ മേള അല്ല. കുറച്ച് മുന്നിലേക്ക് എന്നാൽ കാണാം. വക്കീലും മികച്ച ഇത്തവണത്തെ നമ്മുടെ ഒരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? അങ്ങനെ ഒരു ചോദ്യത്തിൽ അർത്ഥമില്ല സത്യത്തിൽ. അല്ല, ഈ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞത് നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത, എത്ര തവണ പോയാലും നമുക്ക് മതി വരാത്ത ഒരു വലിയ അനുഭവമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദമാണ് ഈ തൃശ്ശൂർ പൂരം. പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇളഞ്ഞിത്ര മേളം. ഇളഞ്ഞിത്ര മേളമാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് വിചാരിക്കുന്നതാണ്. ഇപ്പോൾ കുട്ടന്മാരായിരുന്നപ്പോൾ കുട്ടന്മാരുടെ അനിയന്മാരെയൊക്കെ അനിയന്മാരുടെ അങ്ങനെയല്ല. പക്ഷേ അതിൻ്റെ നമ്മൾ എത്ര കേട്ടാലും മതിയാവാത്ത ഒരു കാര്യമാണ്. ഓരോ കൊല്ലം കലണ്ടർ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം തൃശ്ശൂർ പൂരം ആ കലണ്ടറിൽ അടയാളപ്പെടുത്തണം. മനസ്സിലായി? അതൊരു ഭയങ്കര അനുഭവമാണ്. എത്ര പറഞ്ഞാലും മതിയാവും. ടീച്ചറും കൂടെ ഉണ്ട്. ടീച്ചറെ, ഇന്നലെ നമ്മളൊക്കെ കേരളക്കാരല്ലേ? പത്രങ്ങളൊക്കെ ആവുമ്പോ ചിലപ്പോ മറക്കും. അങ്ങനെയില്ല ടീച്ചർ. പൂരം ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. മേയറായി നിന്നിട്ട് ജില്ലയിലെ മന്ത്രിയാണ്. ഇത്തവണത്തെ പൂരം സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഇത്തവണ മാത്രമല്ല, കുറച്ച് നാളായി അങ്ങനെ തന്നെയാ. കഴിഞ്ഞ വർഷം സമ്പൂർണമായിട്ടും അതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് സ്ത്രീകൾ വരുന്നുണ്ട്, പഴയ കാലത്തുനിന്ന് വ്യത്യസ്തമായിട്ട്. നാളിനി നമ്മുടെ അവിടെ തുടങ്ങുകയാണ് എരിയാലക്കുട. അതെ അതെ, ഇതിന്റെ അപ്പുറത്താണ്. അത് വ്യത്യസ്തമാണ്. കുറെ കൂടി വിസ്തൃതമായിട്ടുള്ള പറമ്പും ഇത്ര തിരക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ടാണ്. അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതിന് പ്രാധാന്യം. കലാപരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ടാവും, അമ്പലത്തിന്റെ ചുറ്റും ഉണ്ടാവും. ചേട്ടാ, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു തിരക്കൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ എങ്ങനെ സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും? ഈ നാട്ടിലെ ആൾക്കാർ മുഴുവൻ തൃശ്ശൂർ പൂരത്തിന് വന്നു നിൽക്കുമ്പോഴേ നമ്മൾ അവിടെ പോയിട്ട് ആൾക്കാരോട് എന്ത് പറയാനാണ്? പിന്നെ മാത്രമല്ല, നമ്മൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ദിവസം എല്ലാ കൊല്ലം പൂരത്തിന് വരുന്ന ഒരാൾ അത് വരാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പൂരത്തിനോടൊരു ബഹുമാനമില്ലായ്മയാണ്. അത് അനാദരവാണ്. നമ്മൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരത്തിന് വരിക എന്നുള്ളത് അതൊരു നമ്മൾ തൃശ്ശൂർ പൂരത്തോടൊരു ആദരവ്, ഉത്തരവാദിത്തമാണ്. ഇവിടെ എത്തുക, ഇതിൽ അലിഞ്ഞങ്ങോട്ട് നടക്കുക. അതെ, അതൊരു വലിയ നമുക്ക് കിട്ടുന്ന എനർജിയാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മളിപ്പോൾ മുമ്പ് പൂരം സമയത്ത്, എല്ലാ പൂര സമയത്താണല്ലോ ഈ ഇലക്ഷൻ വരിക. അന്നൊന്നും ഞാനിപ്പോൾ 2014 സ്ഥാനാർത്ഥിയായപ്പോഴും പൂരപ്പരിപാടി ഒഴിവാക്കിയില്ല. കാരണം പൂരത്തിന് നമ്മൾ ആളുകളെല്ലാം പൂരത്തിന് ഒഴുകി വരുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് മീറ്റിംഗ് കൂടിയിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പൂരത്തിന് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇത് കഴിഞ്ഞാൽ 4 മണി 5 മണിയാകുമ്പോൾ 4:30 ആകുമ്പോൾ മേളം കഴിയും. പിന്നെ ഇത്ര മേളം അല്ല, പിന്നെ നമ്മുടെ കുടമാറ്റം കഴിഞ്ഞാൽ രാത്രി 7 മണി വരെ കഴിയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ വർക്ക് ചെയ്യാനും. പൊളിക്കട്ടെ.